ഹലോ എവരി വൺ. എക്കോസ്റ്റിക്സ് എന്ന് പറയുന്ന നമ്മുടെ സെഷനിലെ നമ്മുടെ സിലബസിലുള്ള എക്കോസ്റ്റിക്സ് ആൻഡ് അൾട്രാസോണിക്സ് എന്ന ഭാഗത്തില് എക്കോസ്റ്റിക്സിലെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് നമ്മൾ കണ്ടിരുന്നു. എക്കോസ്റ്റിക്സിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ബാക്കി ഉള്ള ഒരു സെഷൻ അതുപോലെ തന്നെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സെഷന്റെ ഒരു ഡീപ്പ് റീഡിങ് അല്ലെങ്കിൽ ഒരു ഡീപ്പ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു ഡീപ്പ് മനസ്സിലാക്കലും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എക്കോസ്റ്റിക്സിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് പോകാം. നമ്മൾ ആ ഫസ്റ്റ് ക്ലാസ്സിൽ സൗണ്ടും നോയ്സും ഒക്കെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. എങ്കിൽ പോലും ഇതൊരു ടാബുലർ ഫോമിലാവുമ്പോൾ ഒന്നും കൂടി പഠിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും എളുപ്പമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ടാബുലർ ഫോം ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ടും അതുപോലെ തന്നെ നോയ്സും തമ്മിലുള്ള വ്യത്യാസം. സൗണ്ട് ഇറ്റ് ഈസ് ആക്ച്വലി ഹാവിങ് എ പ്ലഷർ ടു ഹിയർ. നോയ്സ് ഈസ് ആക്ച്വലി അൺപ്ലസന്റ് ടു ഹിയർ. പിന്നെ സൗണ്ട് ഈസ് ഹാവിങ് എ കോൺസ്റ്റന്റ് പിച്ച്. നമ്മൾ സൗണ്ടിന്റെ പ്രോപ്പർട്ടീസിൽ പറഞ്ഞപ്പോൾ പിച്ച് പറഞ്ഞിരുന്നു. ആ സൗണ്ടിന് ഒരു കോൺസ്റ്റന്റ് പിച്ച് ഉണ്ട്. നോയ്സിനോ കോൺസ്റ്റന്റ്ലി വേരിയിങ് പിച്ച്. അവിടെ എങ്ങനെയാണ് പിച്ച്, എങ്ങനെയാണ് ഒരു കോൺസ്റ്റന്റ്ലി വേരിയിങ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. സൗണ്ടിന്റെ കേസിൽ അത് കോൺസ്റ്റന്റ് ആണ്. പിന്നെ സൗണ്ട് എന്ന് പറയുന്നത് ഒരു റെഗുലർ പീരിയോഡിക് മോഷൻ ആണ്. നോയ്സ് എന്ന് പറയുന്നത് അതൊരു നോ റെഗുലർ പീരിയോഡിക് മോഷൻ, അതായത് പീരിയോഡിസിറ്റി അവിടെ ഉണ്ടായിരിക്കുകയില്ല. സൗണ്ട് എന്ന് പറയുന്നത് പ്രൊഡ്യൂസസ് മീനിങ്ഫുൾ കമ്മ്യൂണിക്കേഷൻ. ഓൾസോ നോയ്സസ് പ്രൊഡ്യൂസസ് നോ മീനിങ്ഫുൾ കമ്മ്യൂണിക്കേഷൻ. ഓൾസോ ദിസ് ആക്ച്വലി ഇമ്പോർട്ടന്റ് ഡിഫറൻസ്. സൗണ്ട് ഈസ് ആക്ച്വലി ഇറ്റ് യൂണിറ്റ് ഈസ് ഹെർട്സ്. ഹെർട്സ് എന്നാണ് സൗണ്ടിന്റെ യൂണിറ്റ്. ഹെർട്സ് എന്ന് പറയുന്നത് എന്താണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? സൈക്കിൾ പെർ സെക്കൻഡ് ആണ് ഹെർട്സ് റെപ്രസെന്റേഷൻ. അതുപോലെ തന്നെ നോയ്സിന്റെ യൂണിറ്റ് നോക്കൂ, ഡെസിബൽ ആണ്. ഡെസിബൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഡി ബി എന്നതാണ്. ആൻഡ് ഡി ബി ഈസ് ഈക്വൽ ടു എന്താ എഴുതിയിരിക്കുന്നത്? ഡി ബി ഈസ് ഈക്വൽ ടു 10 ലോഗ് ഇന്റൻസിറ്റി മെഷേർഡ് വിത്ത് റെസ്പെക്ട് ടു ദ റെഫറൻസ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ I0 I/I0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇന്റൻസിറ്റി മെഷേർഡ് ടു റെഫറൻസ് ഇന്റൻസിറ്റി, ദാറ്റ് ഈസ് ഡി ബി റെപ്രസെന്റേഷൻ. സോ സൗണ്ട് എന്ന് പറയുന്നത് സൗണ്ടിന്റെ യൂണിറ്റ് ഹെർട്സ് ആണ്. അതുപോലെ തന്നെ നോയ്സിന്റെ യൂണിറ്റ് എന്താണ്? ഡെസിബൽ ആണ്. ഡെസിബൽ ആണ് നോയ്സിന്റെ യൂണിറ്റ്. അപ്പൊ സൗണ്ടും അതുപോലെ തന്നെ നോയ്സ് തമ്മിലുള്ള ഒരു ജനറൽ ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ ഈ ഒരു ടേബിളും കൊണ്ട് ഉദ്ദേശിച്ചത്. നല്ലപോലെ ഒന്ന് നോക്കുക. ഇനി ഇപ്പൊ നമ്മള് ഒരു സൈൻ ഒക്കെ തന്ന് നമുക്ക്, അല്ലെങ്കിൽ ഒരു സിമ്പൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക റെപ്രസെന്റേഷൻ തമ്മിൽ നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ മ്യൂസിക് സൗണ്ട് ഇങ്ങനെയാ ഉണ്ടാവുക. അവിടെ നമ്മൾ പറഞ്ഞു ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള, ഇവിടെ പറഞ്ഞു നമ്മൾ ഒരു കോൺസ്റ്റന്റ് പിച്ച് ആയിരിക്കും, റെഗുലർ പീരിയോഡിക് മോഷൻ ആയിരിക്കും. ഇതാണ് ആ ഒരു റെഗുലാരിറ്റി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. റെഗുലർ പീരിയോഡിക് മോഷൻ ആയിരിക്കും. അതേ സ്ഥാനത്ത് നോയ്സ് എന്താണ്? നോയ്സ് ആക്ച്വലി ഇറഗുലർ ആണ്. നോയ്സ് ഇറഗുലർ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് നോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളതൊരു പിക്ചറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഉണ്ടാവുക. ആ റെഗുലാരിറ്റിയും അതുപോലെ റെഗുലർ അല്ലാത്തതായിട്ടുള്ള റെപ്രസെന്റേഷൻസ് ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുക. ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മ്യൂസിക്കൽ സൗണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. എന്തൊക്കെയായിരുന്നു? പിച്ച് ഓർ ഫ്രീക്വൻസി, ഇന്റൻസിറ്റി ആൻഡ് ലൗഡ്നെസ്, ക്വാളിറ്റി ഓർ ടിംബർ. ദീസ് ആർ ദ. അപ്പൊ നമ്മൾ അതിന് പിച്ച്, ഇന്റൻസിറ്റി, ക്വാളിറ്റി എന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിച്ചിനെ വിളിക്കുന്ന അല്ലെങ്കിൽ പിച്ച് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇന്റൻസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നതാണ് ലൗഡ്നെസ്, ഇന്റൻസിറ്റി ആൻഡ് ലൗഡ്നെസ്. ആൻഡ് ക്വാളിറ്റി ഓർ ടിംബർ. ഒന്ന് നമുക്ക് ഒരു ഡീപ്പ് റീഡിംഗ് ആവശ്യമാണ്. സോ പിച്ച് ഓർ ഫ്രീക്വൻസി. The sensation of shrillness produced by a note is known as pitch. Pitch എന്ന് പറയുന്നത് എന്താണ്? The sensation of shrillness produced by a note is known as actually what meant by the pitch. അപ്പൊ സൗണ്ടിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ പറയണത് എന്താണ്? ഇറ്റ് ഈസ് ദ സെൻസേഷൻ കൺവേഡ് ടു ദ ബ്രെയിൻ ബൈ ദ സൗണ്ട് വേവ്സ് ഫോളിംഗ് ഓൺ ദ ഇയേഴ്സ്. ഓക്കെ, അതെന്താണ്? നമ്മുടെ ബ്രെയിനിലോട്ട് പോകുന്ന ഒരു സെൻസേഷൻ ആണ്. ചെവിയിൽ വീഴുന്ന ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെൻസേഷൻ ആണ് ഈ പറയുന്ന പിച്ച് എന്ന് പറയുന്നത്. ദിസ് സെൻസേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഈ സെൻസേഷൻ ഡിപ്പെൻഡ്സ് ഡയറക്ട്ലി ഓൺ ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡന്റ് സൗണ്ട് വേവ്. നമുക്ക് ഓരോരുത്തരുടെ സൗണ്ട് വേവും പിച്ചൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ? പാട്ടുകാരുടെ സൗണ്ടിന്റെ പിച്ച് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. സോ ആ സെൻസേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡന്റ് സൗണ്ട് വേവിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഗ്രേറ്റർ ദ ഫ്രീക്വൻസി ഓഫ് എ മ്യൂസിക്കൽ നോട്ട്, ഹയർ ഈസ് ദ പിച്ച്. അതായത് ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞ് നമ്മൾ എന്ത് പറയും? പിച്ച് കൂടുതലാണ്. അവിടെ പിച്ചും കൂടുതലാണ്. ഫ്രീക്വൻസി, വെനെവർ ഫ്രീക്വൻസി ഈസ് ഗ്രേറ്റ് ഓർ ഹയർ വാല്യൂ, ദെൻ പിച്ച് ഈസ് ഓൾസോ ഈസ് ഹാവിങ് എ ഹയർ വാല്യൂ.
Although the pitch is directly related to frequency, they are different. So even though the pitch and frequency are directly related, but there are actually some differences between, or somewhat actually difference between the pitch and as well as the frequency. സോ ദ ഷ്രിൽനെസ് എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടർ നമ്മുടെ ഈ പിച്ച് ഫ്രീക്വൻസിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് ഈ ഷ്രിൽനെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാവുന്നത്. ആ ഒരു ഷ്രിൽനെസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ ഹൈ പിച്ച്ഡ് സെൻസേഷൻ ഓഫ് ഷ്രിൽനെസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ നോട്ട്. നമ്മൾ കാതിലൊക്കെ തുഴഞ്ഞു കയറുക എന്ന് പറയില്ലേ. സോ ദ പിയേഴ്സിംഗ് ക്വാളിറ്റി ഓഫ് സൗണ്ട്, that is what meant by the piercing quality of sound, and that is what meant by the pitch. Is actually meant by pitch. Okay, so sound inde one of the qualities aanu ee parayna pitch ennu parayunnathu. The frequency of a note is a physical quantity and can be measured accurately. Frequency ennu parayunnathu endana? It is actually a physical quantity that can be measured very accurately. On the other hand, pitch of a note is merely the sensation experienced by a listener. ഒരു ലിസണറിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിച്ച് എന്ന് പറയുന്നത്. Thus, frequency is a physical quantity, whereas pitch is a സൈക്കോളജിക്കൽ ക്വാണ്ടിറ്റി. നമ്മൾ നേരത്തെ ഒരു ടേമില് നമ്മൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു, ഈവൻ ദോ പിച്ച് ആൻഡ് ഫ്രീക്വൻസി, പിച്ചും ഫ്രീക്വൻസിയും ഡയറക്ട്ലി റിലേറ്റഡ് ആണ് എങ്കിൽ പോലും എന്താണ്, ദ പിച്ച് ആൻഡ് ഫ്രീക്വൻസി ഡയറക്ട്ലി റിലേറ്റഡ് ആണ് എങ്കിൽ പോലും എന്താണ് അവിടെ സംഭവിക്കുന്നത്? ദേ ആർ ഹാവിങ് ആക്ച്വലി they are having some differences. അതായത് ഒന്ന് എന്താണ്, പിച്ച് ഓഫ് എ നോട്ട് ഈസ് മിയർലി ദ സെൻസേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ദ ലേണർ. ഇറ്റ് ഈസ് എ സെൻസേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ദ ലേണർ ആണ്. വേറാസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. വേറാസ് പിച്ച് ഈസ് എ സൈക്കോളജിക്കൽ ക്വാണ്ടിറ്റി. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. അതേ സ്ഥാനത്ത് പിച്ച് എന്ന് പറയുന്നത് എന്താണ്? അതൊരു സൈക്കോളജിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സോ ഫ്രീക്വൻസിയും പിച്ചും തമ്മിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൗണ്ടിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇന്റൻസിറ്റിയും ലൗഡ്നെസ്സും ഒന്ന് നോക്കാം. ഇന്റൻസിറ്റി ആൻഡ് ലൗഡ്നെസ്. A musical sound is characterized by intensity and loudness. ഒരു മ്യൂസിക്കൽ സൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇന്റൻസിറ്റി, ലൗഡ്നെസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ് ഒന്ന് വിശദമായി പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കിട്ടിയ എക്സ്ട്രാ പോയിന്റുകളാണ് ഈ ഒരു ക്ലാസ്സിൽ ഈ പ്രോപ്പർട്ടീസിൽ ആഡ് ചെയ്ത് വിട്ടിരിക്കുന്നത്. ഓക്കെ, സോ ക്വാളിറ്റി ഓർ ടിംബർ, അത് സൗണ്ടിന്റെ വേറൊരു പ്രോപ്പർട്ടിയാണ്. ദ ക്വാളിറ്റി ഓഫ് എ മ്യൂസിക്കൽ നോട്ട് ഈസ് ദാറ്റ് പ്രോപ്പർട്ടി വിച്ച് എനേബിൾസ് us to distinguish it from another note of the same pitch and loudness. So what do you mean by the quality of a musical sound? Quality of a musical sound is that property which enables us to distinguish, വേർതിരിച്ചറിയാൻ പറ്റുന്നത്, from another note of the same pitch and loudness. Okay, അതായത് ഒരേ പിച്ചും ലൗഡ്നെസ്സും ഉള്ളവരെ അതിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്, distinguish it from another note of the same pitch and loudness. സെയിം പിച്ചും ലൗഡ്നെസ്സും ഉള്ള സൗണ്ടിൽ നിന്ന് അവർ രണ്ടുപേരെയും വേർതിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി, അതാണ് എന്ത്, ഈ ക്വാളിറ്റി എന്ന് പറയുന്നത്. It is determined by number of harmonics present, their order and relative intensities. അത് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? നമ്പർ ഓഫ് ഹാർമോണിക്സ്. ഇറ്റ് ഈസ് ആക്ച്വലി ഡിറ്റർമിൻഡ് ബൈ നമ്പർ ഓഫ് ഹാർമോണിക്സ് പ്രസന്റ്, their order and relative intensitiesനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ പറയുന്ന ക്വാണ്ടിറ്റി. ഓക്കെ, ക്വാളിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. ഇനി ടിംബർ ഓർ ക്വാളിറ്റി നോക്കൂ. ഹെൽപ്സ് ടു ഡിസ്റ്റിംഗ്വിഷ് വൺ മ്യൂസിക്കൽ സൗണ്ട് ഫ്രം another having സെയിം പിച്ച് ആൻഡ് സെയിം ലൗഡ്നെസ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഒരു എന്താ പറയുക മേഖലയാണിത്. എന്താണ്, ഏത് പ്രോപ്പർട്ടിയാണ് ഒരേ പിച്ചും അതുപോലെ ഒരേ ലൗഡ്നെസ്സും ഉള്ള രണ്ട് സൗണ്ടുകളെ വേർതിരിച്ചറിയാവുന്ന ഇനിയുള്ളൊരു പ്രോപ്പർട്ടി എന്താണ്? ടിംബർ ഓർ ക്വാളിറ്റി ആണ്. ഇറ്റ് ഈസ് ആക്ച്വലി വാട്ട് മെന്റ് ബൈ. ഈ പോയിന്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഈ പോയിന്റ് ഇവിടെ എടുത്തിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ടിംബർ ഓർ ക്വാളിറ്റി. Quality of musical instruments depend on actually the shape of waveform. A, that is the shape of the waveform. B, the mixture of frequency present. So, ഈ musical instruments ന്റെ quality ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ദ ഷേപ്പ് ഓഫ് ദ വേവ് ഫോം, അതുപോലെ തന്നെ രണ്ട് എന്താണ്, മിക്സ്ചർ ഓഫ് ഫ്രീക്വൻസി പ്രസന്റ്. ഷേപ്പ് ഓഫ് വേവ് ഫോം ആസ് വെൽ ആസ് ദ മിക്സ്ചർ ഓഫ് ഫ്രീക്വൻസി പ്രസന്റ് ആണ് ഈ ക്വാളിറ്റി ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടിംബർ ഈസ് എ ക്വാളിറ്റി ഓഫ് മ്യൂസിക്കൽ ടോൺ to distinguish between two sounds
when they are of same frequency. നമ്മൾ പറഞ്ഞു ഒരേ ഫ്രീക്വൻസി ആവുമ്പോൾ അവരെ വേർതിരിച്ചറിയാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് എന്ത് ടിംബർ എന്ന് പറയുന്നത്. Every sound we hear depends on its source. Sound timbre is known as the characteristic waveform of sound that depends on the material from which it produced. So, ഈ ടിംബർ എന്ന് പറയുന്നത് sound timbre is known as the characteristic waveform of sound. It's important. Sound timbre, there is the sound timbre property of sound is actually, it is actually known as the very important. ഇതുപോലെ നമുക്ക് PSC questions വരാം. Timbre is actually somewhat, it is depending on the characteristic waveform. Important ആണ്. Characteristic waveform of sound. It is what meant by timbre. That depends on the material from which it produced. ഈ characteristics waveform എന്ത് തരം waveform ആണ്, ആ waveformന്റെ characteristics എന്താണ് എന്ന് തീരുമാനിക്കേണ്ടത് എന്താണ്, ഏത് മെറ്റീരിയലിൽ നിന്നാണോ ആ സൗണ്ട് പുറപ്പെടുന്നത്. It depends on the material from which it is actually producing. From which it is producing, അതാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് ഇപ്പോൾ ഫ്രീക്വൻസി അതുപോലെ തന്നെ ഈ പറയുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് നോക്കുമ്പോൾ എന്താണ് നമുക്ക് തോന്നും, ഈസിയാണ്, നമുക്ക് ആക്ച്വലി ഈസി ആണല്ലോ ഇത് തോന്നും. പക്ഷെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താണ് ആ ഒരു വേർതിരിവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ നിങ്ങൾ പഠിച്ചു വെക്കണം. വാട്ട് ഈസ് ടിംബർ, വാട്ട് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് points or relations or the terms that are related to the property, to the quantity sound, quality sound related properties ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. In physics, sound characterizes as pitch, frequency, loudness and timbre. സൗണ്ടിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് പിച്ച്, ഫ്രീക്വൻസി, ലൗഡ്നെസ്, ടിംബർ ആണ്. Timbre is one of the properties of a sound wave that distinguish the characteristic of a note. Is actually what meant by timbre. Timbre ആണ് ഒരു പ്രോപ്പർട്ടി ഓഫ് സൗണ്ട് ആണ്. അത് എന്ത് ചെയ്യുന്നു, characteristic of a note, distinguishes characteristics of a note. നമ്മൾ പറഞ്ഞു is the characteristics of a wave. Timbre എന്ന് പറയുന്ന പ്രോപ്പർട്ടി. According to researchers, the variation in timbre is observable when there is a 4 dB change in mid or high frequency and a 10 dB change in low harmonics. അപ്പൊ എന്താണ് അവിടെ നമുക്ക് അതൊരു ഹാർമോണിക്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണെന്ന് പറഞ്ഞു. റിസർച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദ വേരിയേഷൻ ഇൻ ടിംബർ ഈസ് ഒബ്സർവബിൾ. ആ ടിംബറിന്റെ വേരിയേഷൻ എപ്പോഴും ഒബ്സർവ് ചെയ്യുക, എപ്പോഴൊക്കെ ഒരു 4 dB ചേഞ്ച് ഉണ്ടാകുന്നു ഇൻ മിഡ് ഓർ ഇൻ ഹൈ ഹാർമോണിക്സ് ആൻഡ് ഒരു 10 dB ചേഞ്ച് ഉണ്ടാകുന്നു ലോ ഹാർമോണിക്സ്, അപ്പോഴാണ് ഈ ടിംബർ എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഒബ്സർവബിൾ ആയിട്ട് നമുക്ക് തോന്നുകയുള്ളൂ. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൗണ്ടിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇനി എന്താണ് ഈ തിയറി ഓഫ് ടിംബർ എന്ന് പറയുന്നത്? Any sound consists of more than one frequency and several of these additional frequencies are known as harmonics. എല്ലാ സൗണ്ടിനും നമുക്കറിയാം ഇറ്റ് ഈസ് ഹാവിങ് ഒരുപാട് ഫ്രീക്വൻസി. സൗണ്ടുകൾക്ക് അല്ലെങ്കിൽ സൗണ്ടിന് ഇഷ്ടംപോലെ ഫ്രീക്വൻസി എക്വയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല അതിൽ നിന്ന് മോർ ദാൻ വൺ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ഓൾസോ ദർ വിൽ ബി അഡീഷണൽ ഫ്രീക്വൻസീസ് and together, and that additional frequencies are known as harmonics. The fundamental frequency is the lowest waveform frequency known as pitch of the note in music. അപ്പോൾ ഈ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഈസ് ദ, അതിൽ നമ്മൾ ഒരുപാട് ഫ്രീക്വൻസീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഏതാണ്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഈസ് ദ ലോവസ്റ്റ് വേവ് ഫോം ഫ്രീക്വൻസി. അത് ലോവസ്റ്റ് വേവ് ഫോം ഫ്രീക്വൻസിനെയാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുക. ഇറ്റ് ഈസ് നോൺ ആസ് pitch of the note in music. It is actually what meant by the pitch of the note or pitch, or it is actually what meant by the pitch of the note in the music. So in order for any sound to possess timbre, it should have one fundamental frequency and 7 or more additional harmonics. അപ്പോൾ ഒരു സൗണ്ടിന്, any sound to possess timbre, what it must have, it should have at least one fundamental frequency. ഒരു ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അതിന് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 7 അല്ലെങ്കിൽ മോർ, 7 ഓർ മോർ അഡീഷണൽ ഫ്രീക്വൻസിയും ആർക്ക് ഉണ്ടായിരിക്കണം. ഈ പറയുന്ന നമ്മുടെ ഈ സൗണ്ട് വേവിന് ടിംബർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി പൊസസ് ചെയ്യണമെങ്കിൽ ഈ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ
അഡീഷണൽ ഫ്രീക്വൻസീസും ഇതിന് ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? In order for any sound to be detectable, ഏതെങ്കിലും സൗണ്ടുകൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ, ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കണമെങ്കിൽ, the sound must have one fundamental frequency and 7 additional harmonics, and the human ear cannot distinguish any sound that does not have them. അപ്പൊ ഇമ്പോർട്ടന്റ് ആയ ഒരു ഐഡിയ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അധികം നമ്മൾ സുപരിചിതമല്ലാത്ത, നമ്മൾ ചുമ്മാ ഇപ്പൊ സൗണ്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ പിച്ച്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇന്റൻസിറ്റി, അതുപോലെ തന്നെ ടിംബർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് നമ്മൾ പതിവ്. അപ്പൊ അതിൽ നിന്ന് ഒരു MCQ, ഒരു PSC ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കണ്ടന്റ് ആണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. ഒരു സൗണ്ട് ഡിറ്റക്റ്റബിൾ ആവണമെങ്കിൽ, ഒരു സൗണ്ട് ഡിറ്റക്റ്റബിൾ വേർതിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ അവിടെ ഒരു ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയും അതുപോലെ 7 അഡീഷണൽ ആയിട്ടുള്ള ഹാർമോണിക്സ്, അഡീഷണൽ ഫ്രീക്വൻസീസും ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഒരു സൗണ്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ ആണോ? ഇനി ഈ മ്യൂസിക്കിലുള്ള ടിംബർ ഇൻ മ്യൂസിക് ടിംബർ, the distinctive tone of the instrument or voice that is formed from the amplification by a singer or instrument of several harmonics or overtone of a fundamental pitch. അപ്പൊ നമ്മൾ എന്താണ് ഈ പറയണ, നമ്മുടെ ഈ സൗണ്ട് ഉൽപ്പിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആൾക്കാർ, അത് ഇൻസ്ട്രുമെന്റ് ആവാം അല്ലെങ്കിലോ നമ്മുടെ സാധാരണ മനുഷ്യന്മാർ പാടുന്നത് അല്ലെ, ആ ഡിസ്റ്റിങ്റ്റീവ് ടോൺ ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഓർ വോയിസ് ദാറ്റ് ഈസ് ഫോംഡ് by the amplification by a singer or instruments of various harmonics or overtones of a fundamental pitch. ഒരു ഫണ്ടമെന്റൽ പിച്ചിന്റെ ആംപ്ലിഫിക്കേഷൻസ്, അതില്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണക്ഷൻസ് ആണ് ഈ പറയുന്ന സിംഗറുകളും അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സും ഉണ്ടാക്കുന്ന ആ സൗണ്ട് നമുക്ക് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് തോന്നാൻ കാര്യം അതാണ്. അവർക്കൊരു ഫണ്ടമെന്റൽ പിച്ച് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വേരിയസ് ഹാർമോണിക്സും അവർക്ക് ഉണ്ടായിരിക്കും. ആസ് എ റിസൾട്ട്, highly nasal timbre stresses distinct overtones that mellow timbre. So because of that, what happens? Highly nasal timbre stresses, അതായത് ഹൈ നേസൽ ടിംബേഴ്സ് ഉള്ള ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്ട് ഓവർടോൺസ് ദാറ്റ് മെലോ ടിംബറിനേക്കാൾ. സോ നമുക്ക് ഹൈലി നേസൽ ടിംബർ എന്ന് പറയുന്നത് അവർക്ക് അവിടെ ഒരു ഡിസ്റ്റിങ്ക്ട്, അത് ഈ ഹൈലി നേസൽ ടിംബർ അവിടെ ദേ സ്ട്രെസ്സസ് ഓൺ ഡിസ്റ്റിങ്ക്ട് ഓവർടോൺസ്, അവർക്ക് ഒരു ഡിസ്റ്റിങ്ക്ട് ഓവർടോൺസിൽ ദേ വിൽ ബി ഹാവിംഗ് സ്ട്രെസ്സസ്, ഇമ്പോർട്ടൻസ്, ദേ ആർ ഊന്നൽ കൊടുക്കുന്നു ദാൻ മെലോ ടിംബറിനേക്കാൾ അവിടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ദ ടിംബർ ഓഫ് ട്യൂണിംഗ് ഫോർക്ക്, നമുക്കറിയാം ട്യൂണിംഗ് ഫോർക്കിൽ നമ്മൾ ഫിസിക്സ് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ എന്ത് ചെയ്യും, അത് ട്യൂൺ ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ പൊട്ടൻഷ്യോമീറ്ററിൽ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പണ്ട് എക്സ്പെരിമെന്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ട്യൂണിംഗ് ഫോർക്ക് നാച്ചുറൽ ഫ്രീക്വൻസിയും അതുപോലെ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസ്ട്രുമെന്റ് തമ്മിൽ റെസൊണൻസ് കണ്ടീഷൻസ് എക്വയർ ചെയ്യുന്നു എന്നുള്ള ഐഡിയാസ് ഒക്കെ അല്ലെ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരിക്കും. So the timbre of tuning fork and the stopped diapason organ pipe is clear and clear because the sound they make contains almost no overtones. അതായത് ഈ പറയുന്ന നമ്മുടെ ടിംബർ ഓഫ് ട്യൂണിംഗ് ഫോർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ടിംബർ ആൻഡ് ദ സ്റ്റോപ്ഡ് ഡിയാപാസൺ ഓർഗൻ പൈപ്പ്, അതായത് നമ്മൾ ആ പൈപ്പിൽ നിങ്ങൾ പൈപ്പിൽ വെച്ചിട്ടുള്ള ഇപ്പൊ നമ്മൾ +1 ബുക്കിലൊക്കെ ഉണ്ട്, ഒരു പൈപ്പിൽ നമ്മൾ ഈ ട്യൂണിംഗ് ഫോർക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വൈബ്രേഷൻസ്, അതിനൊക്കെ ആക്ച്വലി അതെല്ലാം ഈ പറയുന്ന ഈ ടിംബറും അതുപോലെ തന്നെ ഈ ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസും എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ദ ഷേപ്പ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഡിറ്റർമിൻസ് ടിംബർ. നമ്മുടെ എങ്ങനെയാണ് ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഷേപ്പ്, ടിംബർ എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ നല്ലതാണ്. The frequency range in which the instrument can create overtones and by the envelope of the instrument sound, timbre of speaking or singing voice changes by tightening or opening. നോക്കൂ, നമ്മളിപ്പോ ഇവിടെയൊക്കെ ഈ വയലിൻ അതുപോലെ തന്നെ ഈ ഗിറ്റാർ അല്ലെ, അവിടെ ഉണ്ടാവുന്ന ടിംബർ നമ്മൾ അതിങ്ങനെ മുറുക്കും. ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വോക്കൽ ട്രാക്ക് സച്ച് ആസ് ലിപ്സ്, ടങ്സ് ഓർ ത്രോട്ട്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഇൻസ്ട്രുമെന്റിന്റെ ടിംബർ ഓഫ് സ്പീക്കിംഗ് ഓർ സിംഗിങ് വോയിസ് ചേഞ്ചസ് ബൈ ടൈറ്റനിങ് ഓർ ഓപ്പണിംഗ് ഡിഫറെന്റ് പാർട്സ് ഓഫ് വോക്കൽ ട്രാക്ട്. ഇവിടെ നമ്മൾ പറയണത് ഇൻസ്ട്രുമെന്റ് കേസിലും അങ്ങനെയുണ്ട്, അതുപോലെ നമ്മൾ സൗണ്ട് പാടുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്നത് ഈ പറയുന്ന ഡിഫറൻസ് ആണ്. വോക്കൽ ട്രാക്ടിന്റെ ആ ഒരു ഡിഫറൻസ്, ഡിഫറെന്റ് പാർട്സിൽ ഡിഫറൻസ്, അതായത് നമ്മുടെ ലിപ്സ്,
ചങ് ഓർ ത്രോട്ടിലൊക്കെ വരുന്ന ഡിഫറൻസസ് ആണ്. അവിടെ വരുന്ന സൗണ്ടിന്റെ ആ ഫ്രീക്വൻസി അല്ലെങ്കിൽ അവിടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഓവർ ടോണുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതാണ്. ദ ടിംബർ ഓഫ് എ സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് വേവ് ഫോം which varies with the volume of overtones of harmonics present, the frequency and relative intensity. So the timbre of a sound depends on timbre of a sound depends on എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? its waveform which varies with the volume of the overtones or harmonics present, the frequency and the relative intensities. ഈ ഒരു ഫാക്ടേഴ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി factors that affect timbre. So what are the factors that affect timbre in music? മ്യൂസിക്കില് നമ്മുടെ ഈ പറഞ്ഞ ടിംബറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? There are multiple factors varying on the instrument. For example, the way someone pushes air through the O which lead to the sound frequency produced from it and how it's received causes a unique timbre. ഇല്ലേ, ടിംബർ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുന്നത് ഇൻസ്ട്രുമെന്റിലാണെങ്കിലും പാടുമ്പോഴാണെങ്കിലും ഒക്കെ എങ്ങനെ ആ ഒരു എയറിന്റെ വൈബ്രേഷൻ വരുന്നു എന്നതനുസരിച്ചിട്ടാണ് ഈ പറയുന്ന ടിംബറിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടാവുന്നത്. Things like forced air, breath control, body posture and so on are all few factors. ഇതൊക്കെ എന്താണ്? എയർ, ബ്രീത്ത് കൺട്രോൾ. ഇപ്പൊ നമുക്കറിയാം KS ചിത്ര പാടുന്ന പോലെ നമുക്ക് പാടാൻ പറ്റില്ല, യേശുദാസ് പാടുന്ന പോലെ നമുക്ക് പാടാൻ പറ്റില്ല. അവിടെ ഉണ്ടാകുന്ന ബ്രീത്ത് കൺട്രോള്, അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന എയറിനെ അവർ നിയന്ത്രിക്കുന്ന ആ ഒരു കപ്പാസിറ്റി, അവരുടെ ബോഡി പോസ്റ്റേഴ്സ്, ഇതെല്ലാം ഈ ടിംബറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. Minor differences in frequency are also a consideration. How many you can hear, its relationship to pitch and how intense they are. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഈ പറയുന്ന frequency is also somewhat depending on the factor timbre. The shape of the instrument and the envelope of the sound also influences timbre. ഇനി അവിടെയുള്ള ഇൻസ്ട്രുമെന്റിന്റെ ഷേപ്പ്, അതുപോലെ എൻവലപ്പ് ഓഫ് ദ സൗണ്ട്, ഈ ഫാക്ടേഴ്സ് എല്ലാം ടിംബറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ദ സൗണ്ട് വേവ്സ് വേരി വെൻ പ്ലേയിങ് ദ സെയിം നോട്ട് ഫ്രം വൺ ഇൻസ്ട്രുമെന്റ് ടു അതർ. ഒരേ ഇൻസ്ട്രുമെന്റ്, അതായത് വേറെ സൗണ്ട് വേവ് വെൻ പ്ലേയിങ് ദ സെയിം നോട്ട്, ഒരേ നോട്ട് നമ്മൾ ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് ആയിട്ടുള്ള സൗണ്ട് വേവ്സ് ആണ് ഉൽപ്പാദിപ്പിക്കുക. അപ്പൊ അത് ആ ഇൻസ്ട്രുമെന്റിന്റെ ഷേപ്പ്, അതുപോലെ ആ ഇൻസ്ട്രുമെന്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന സൗണ്ട്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇനി what are actually there are several types of characteristics of timbre. കുറെ ടിംബറിന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്നും കൂടി ഡീപ്പായിട്ട് പോവാണ്. ഡൾ, തിൻ, കോൾഡ്, ഹെവി, റിച്ച്, ക്ലീൻ, ഡെലിക്കേറ്റ്, നെയ്സൽ, തിക്ക് ആൻഡ് ലൈറ്റ്. ഇത് ഒന്ന് നോക്കി വെച്ചാൽ മതി. ടിംബർ എന്താന്നുള്ളതാണ്, അതുപോലെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് എങ്കിലും ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക, ഈ ടേമുകളൊക്കെ. ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടിംബർ. So coming to characteristics of sound, the sound that we hear is the result of sound wave. Our brain then perceives these waves and that's how we listen to anything. നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യത്തിലോട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? Our brain is actually perceiving these waves. ഒരു waves അവിടെ perceive ചെയ്യുന്നു and we are actually trying to listen to anything. There are some characteristics of sound waves that make sounds from different sources different from another. 5 major or important characteristics of sound waves. Sound waves ന്റെ 5 പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. 5 പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒന്ന്, വേവ് ലെങ്ത്. വേവ് ലെങ്ത് ഓഫ് സൗണ്ട് വേവ്സ് മേ ബി it most significant feature. The wavelength sound in the important ആയ feature ആണ്. When a sound wave travels through a certain medium, it undergoes compression and rarefaction. എന്ത് സംഭവിക്കുന്നു? സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്താണ്? ഒരു മീഡിയത്തിലൂടെ അവിടെ കംപ്രഷൻസും റയറിഫ്രാക്ഷൻസും ഇല്ലേ? കംപ്രഷൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുക്കി വരും നമ്മുടെ സൗണ്ടിന്റെ ആ ഫീച്ചർ. റയറിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വിട്ടിട്ട്. The wavelength is the distance a wave travel before repeating itself. അതായത് ഈ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസിനാണ് എന്ത് പറയണത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. It is the distance between the center of two subsequent rarefractions. അതായത് ഇവിടെ റയറിഫ്രാക്ഷൻ ഉണ്ട്, അടുത്ത റയറിഫ്രാക്ഷൻ തമ്മിലുള്ള അകലം, ഓർ കംപ്രഷൻ, ഓർ ഇറ്റ് ഈസ്, അതായത് ഒരു നമ്മുടെ കംപ്രഷനും അടുത്ത കംപ്രഷന്റെ
സെന്റർ തമ്മിലുള്ള അകലമോ അല്ലെങ്കിൽ റെയറിഫ്രാക്ഷൻ തമ്മിലുള്ള അകലമോ അല്ലെങ്കിലോ ഓർ ഇറ്റ് ഈസ് ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് നെയ്ബറിംഗ് കംപ്രഷൻസ് ആൻഡ് റെയറിഫ്രാക്ഷൻസ്, അല്ലെങ്കിൽ അടുത്തടുത്തുള്ള കംപ്രഷന്റെയും റെയറിഫ്രാക്ഷന്റെയും ആ ഒരു ലെങ്ത്തിന്റെ സമ്മോ ആണ് എന്ത് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. സൗണ്ട് വേവ്സ് ആർ ഓൾസോ നോൺ ആസ് കംപ്രഷൻ വേവ്സ്. അപ്പോൾ വേവ് ലെങ്ത് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയ സൗണ്ട് വേവിന്റെ ഒരു വേറൊരു പേരാണ് സൗണ്ട് വേവ്സ് ആർ ഓൾസോ നോൺ ആസ് കംപ്രഷൻ വേവ്സ്. അപ്പോൾ കംപ്രഷൻസ് ആയിട്ടും റെയറിഫ്രാക്ഷൻസ് ആയിട്ടും സൗണ്ട് പോകുമ്പോൾ എങ്ങനെയാണ് വേവ് ലെങ്ത് റെപ്രസെന്റ് ചെയ്യുക? അതായത് വേവ് ലെങ്ത് ഒന്നില്ലെങ്കിൽ സബ്സിക്വന്റ് ആയിട്ടുള്ള കംപ്രഷന്റെയോ അല്ലെങ്കിൽ റെയറിഫ്രാക്ഷന്റെയോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റേഴ്സ് ആണ്, അല്ലെങ്കിൽ സം ഓഫ് ദ ഇവർ രണ്ടുപേരും തമ്മിലുള്ള നെയ്ബറിംഗ് കംപ്രഷൻസും റെയറിഫ്രാക്ഷൻസും തമ്മിലുള്ള ലെങ്ത്തുകളുടെ സം ആണ് ഈ പറയുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, ആംപ്ലിറ്റ്യൂഡ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പെർട്ടിക്കുലർ വേവ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. സോ ഒരു പെർട്ടിക്കുലർ വേവിന്റെ മാഗ്നിറ്റ്യൂഡിനെ എന്ത് പറയാ? ആംപ്ലിറ്റ്യൂഡ്. കൺസിഡർ ഇറ്റ് ആസ് ബീയിങ് മോർ ലൈക്ക് വേവ്സ് ഹൈറ്റ് ദാൻ ഇറ്റ്സ് ലെങ്ത്. അപ്പൊ നമ്മൾ വേവിന്റെ ടേംസിൽ പറയുമ്പോൾ അത് വേവിന്റെ എന്താണ്? ഹൈറ്റ് ആണ്. ലെങ്തിനേക്കാൾ അത് എന്താണ്? ഹൈറ്റ് ആണ്. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഹൈറ്റ്. The maximum movement of the particle the sound wave disturbs as it travels through a medium is a better way to quantify amplitude in the case of sound waves because of their longitudinal waves. So, maximum movement of the particles of sound wave particles in the maximum movement, they are actually disturbs as it travels through a medium. ഒരു മിഡിൽ സഞ്ചരിക്കുമ്പോൾ it's a particular way to quantify amplitude. So it is actually representations of the amplitude. High amplitude sound waves have more energy. Amplitude കൂടുതലാണെന്ന് പറയുമ്പോൾ സൗണ്ട് വേവിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ഇമ്പോർട്ടന്റ് ആയ പ്രോപ്പർട്ടി എന്താണ്? അവരുടെ നമ്മൾ ഈ പറയുന്ന എനർജി കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. The amount of compression and expansion of a sound wave experiences as it travels through a medium is referred to as amplitude of the sound. So the amount of compression and rarefaction, expansion of a sound എന്ന് പറയുന്നത് എന്താണ്? It refers to as the amplitude of the sound. Amount of compression, it represents the amplitude of the sound. Our ears interprets this amplitude as loudness. So നമുക്ക് ചെവിക്ക് ഈ പറയുന്ന ഒരു ആംപ്ലിറ്റ്യൂഡിന്റെ ആ ഒരു തിരിച്ചറിവ് എങ്ങനെയാണ്? ലൗഡ്നെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലൂടെയാണ്. ലൗഡ് സൗണ്ട് ആർ ഈക്വലന്റ് ടു ഹാവ്. സൗണ്ട് കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ സൗണ്ടിന്റെ പ്രോപ്പർട്ടിയുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ എന്ത് പറയും? സൗണ്ട് കൂടുതലാ പറയുമ്പോൾ എന്താണ്? അത് നമുക്ക് മനസ്സിലാവുന്നത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണ്. അപ്പൊ രണ്ടാമത്തെ പ്രോപ്പർട്ടി കഴിഞ്ഞു. മൂന്നാമത്തെ പ്രോപ്പർട്ടി ഫ്രീക്വൻസി ആണ്. Frequency is number of sound waves produced by a sound per second. Number of sound waves produced by a sound per second നെ വിളിക്കുന്ന പേരാണ് frequency. A high frequency sound has more waves. ഒരു high frequency sound എങ്ങനെയാണ്? It is having more waves than a low frequency sound wave, which has the opposite. So ഒരു high frequency sound, it will be having more waves. It is actually having more waves than a low frequency sound. Sound frequency is expressed in hertz. Sound frequency expressed in the unit എന്താണ്? Hertz ആണ്. And it is independent of the medium through which the sound is traveling. ഈ frequency എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണ്? It is independent through which the sound wave, അത് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡന്റ് ഓഫ് മീഡിയം. Pitch is another name of frequency in sound. Pitch എന്ന് പറയുന്നത് നമ്മൾ മുന്നേ കണ്ടു. Pitch എന്ന് പറയുന്നത് ഫ്രീക്വൻസിക്ക് നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ്. ഇനി നാലാമത്തെ ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ് ടൈം പീരീഡ്. ടൈം പീരീഡ് ഈസ് ജസ്റ്റ് ദ റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി. ടൈം പീരീഡ് ഈസ് ജസ്റ്റ് ദ റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി ഓഫ് എ സൗണ്ട് വേവ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the time taken for the sound wave to complete one vibration. ഒരു vibration complete ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയം. In the density of the medium through which it is traveling. സഞ്ചരിക്കുന്ന മീഡിയത്തില് എങ്ങനെയാണ് ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയം എത്രയാണോ അതിനെയാണ് എന്ത് പറയാ? ടൈം പീരീഡ് എന്ന് പറയാ. SI യൂണിറ്റ് ഓഫ് ടൈം പീരീഡ് ഈസ് സെക്കൻഡ്. സൗണ്ടിന്റെ അല്ലെങ്കിൽ ഈ സൗണ്ടിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടുള്ള ടൈം പീരീഡിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. ടൈം പീരീഡ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി റെസിപ്രോക്കൽ ആണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത് സ്പീഡ്.
എ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റീരിയൽ ഈസ് ദ സ്പീഡ് ഓഫ് ദ സൗണ്ട്. സ്പീഡ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, വിച്ച് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ മീഡിയം ത്രൂ വിച്ച് ദ വേവ് ട്രാവൽ. സ്പീഡ് എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി സൗണ്ടിന്റെ, അത് ഏത് മീഡിയത്തിലൂടെയാണോ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് ആ മീഡിയത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്ത്, ഈ പറയുന്ന സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ടൈമിന്റെ 5 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു നമ്മള്. വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ടൈം പീരീഡ്, അതുപോലെ തന്നെ സ്പീഡ്. അപ്പോൾ ഈ ഒരു സെഷനിൽ, അതായത് ഈ അൾട്രാസോണിക്സ്, അക്വസ്റ്റിക്സ്, ഈ ഒരു ഭാഗത്ത് ഒരു എന്താ പറയാ, ഒരു വൈഡ് റീഡിങ് നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ലൈൻസിലൂടെ നമ്മൾ കടന്നു പോകണം. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ നോക്കി. ഇനിയും സൗണ്ടിനെ കുറിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ പുതിയൊരു സെഷനിൽ നമുക്ക് കാണാം. താങ്ക് യു.